എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നെ പോലുള്ള എത്ര കള്ളന്മാരെ ഞാൻ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വയനാട്ടിലെ സ്വന്തം റിസോർട്ടിൽ നിന്നാണ് കൊച്ചി പോലീസും വയനാട് എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂർ കേസായല്ലോ. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങിന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കഴിത്ത പോലെയായി. കുറെ നാളായി മനുഷ്യന്റെ സ്വൈര്യം കിടത്താൻ തുടങ്ങിയിട്ട്. പോനാ പോട്ടോന്ന് വിചാരിക്കും തോറും അഹമ്മദി കൂടി വരിക. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല. സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളൂ. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. കല്യാണത്തിന് ശേഷം ഇപ്പോഴും കളി തുടങ്ങിയോ? എന്തായാലും കളി മുടങ്ങാതെ നടന്നോട്ടെ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ട്. നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ഇട്ട് നോക്ക്. മോനിക്ക് ശരീരമേ ഉള്ളൂ, കണ്ടാമൃഗത്തിന്റെ ബുദ്ധിയില്ലല്ലോ. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഞാനൊരു എക്സ്പെർട്ട് ആയിരിക്കാം. പിന്നെ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് വളരെ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ വെച്ചാണ്. അതിന് ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. വെരി ഗുഡ്. അപ്പൊ പ്രശ്നമല്ല, സോൾവ് ആയി കാണുമല്ലേ? ഇല്ല, കൂടുതൽ ഗുരുതരമായിരിക്കും. അല്ല, അത് സാഹചര്യം ഒരുക്കി കൊടുത്തു. അങ്ങേക്ക് ഇപ്പൊ മറ്റെത്രയോ കഥാപാത്രങ്ങൾ പറയാമായിരുന്നു. നമ്മളാരും അധികം ഈ അങ്ങ് കണ്ടിരുന്നോ ഈ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? ഉണ്ട്. ഒരു ഹിന്ദി സീരിയലോ. അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ. ഒരുമാതിരി പട്ടുകോട്ടയ്ക്കുള്ള വഴി ചോദിക്കുമ്പോ കൊട്ടപ്പാക്കിന് വില പറയുന്ന ഏർപ്പാട് ഞങ്ങൾ വേണ്ട. കുന്തി ദേവി എന്നുള്ള ഒരു വാക്ക് അല്ല, താങ്കൾ അങ്ങനെ പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ ധൈര്യത്തോടു കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത്. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ല, അവരുടെ അടുത്ത് സോറി പറയണോണ്ട് യാതൊരു വിരോധമില്ല. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർക്ക് അങ്ങനെ മാപ്പ് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ സോറി, അയ്യോ പറ്റിപ്പോയി. ദിസ് ഈസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ഫോർ യു. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം. ഡബിൾ ഓക്കെ.